ഫ്രണ്ട്സ്, ഇഡലി ബാറ്റർ ബാലൻസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ അല്പം ഡൈല്യൂട്ടാക്കി ദോശ ചുടും അല്ലേ? എന്നാൽ ദോശയുടെ ബാറ്റർ കൊണ്ട് ദോശ ചുടുന്ന അത്രയും ടേസ്റ്റ് അതിന് കിട്ടുമോ? എൻ്റെ അഭിപ്രായം ഇല്ലെന്നാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മറ്റൊരു വിഭവം തയ്യാറാക്കിയാലോ? ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പനിയാരമാണ്. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് ഇഡലി ബാറ്റർ എടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം പച്ചമുളക്, ഇഞ്ചി, സവാള ഇത്രയും ചെറുതായിട്ട് നുറുക്കി അതോടൊപ്പം 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് എണ്ണയിൽ നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കണം. മൂത്ത് കഴിയുമ്പോൾ അത് ഇഡലി ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഓരോ കുഴിയിലും ബാറ്റർ ഒഴിച്ച് ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുക. ഞാനിവിടെ വലിയ സ്പൂൺ ഉപയോഗിച്ചതുകൊണ്ടാണ് ബാറ്റർ കുഴിയിൽ നിന്നും കവിഞ്ഞു പോയത്. ചെറിയ സ്പൂൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചുട്ടെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശം നന്നായി വെന്ത് കിട്ടുകയില്ല. ഒരു വശം മൂത്ത് കഴിയുമ്പോൾ അത് കുഴിയിൽ നിന്നും ഇളകിപ്പോരും. അത് പപ്പടം കുത്തി മറുവശത്തേക്ക് തിരിച്ചിടണം. ഈ പനിയാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായാലും 4 മണി പലഹാരമായാലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കഴിയും. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടം എങ്ങനെയാണെന്നറിയോ? നമ്മൾ ചൂട് ഉഴുന്നുവട വെളുത്ത നിറത്തിലുള്ള ചമ്മന്തി ചേർത്ത് കഴിക്കില്ലേ, അതുപോലെ കഴിക്കുകയാണ് ഇത് ഏറ്റവും ടേസ്റ്റ്. എനിക്കതാ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയില്ല. നമ്മൾ ദോശയ്ക്കൊക്കെ കൂട്ടി കഴിക്കുന്ന ചുവന്ന ചമ്മന്തിയും ഇതിൽ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ സാമ്പാർ കൂട്ടിയും ഇത് കഴിക്കാം. ഓക്കെ, നമ്മുടെ പനിയാരം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. വെള്ളച്ചമ്മന്തി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു 3 പച്ചമുളകും 10 ചുവന്നുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും 1 കപ്പ് ചിരകിയ തേങ്ങയും കൂടി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബാക്കി പനിയാരവും കൂടി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് വെള്ളച്ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ പനിയാരമെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വെള്ളച്ചമ്മന്തി ഞാൻ താളിച്ചെടുക്കുകയാണ്. ഈ ചമ്മന്തി അധികമിട്ട് തിളപ്പിക്കാനൊന്നും നോക്കരുത്. ജസ്റ്റ് ചട്ടിയിലേക്ക് ചേർത്ത ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂട് പനിയാരവും വെള്ളച്ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. അതോടൊപ്പം എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.